എല്ലാവർക്കും ഹെൽത്ത് ലേണിംഗിലേക്ക് വീഡിയോ സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ള കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇതിൻ്റെ ഇൻസേർട്ടിനെ കുറിച്ച്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ ലീക്കേജ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഇതെങ്ങനെ വാഷ് ചെയ്യാം, നൈറ്റ് ടൈം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പല സൈസുകൾ, ഇതിൻ്റെ പല വെറൈറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ പല ടൈപ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പറയാമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പേരൻസിനുള്ള ഒരു മെയിൻ കൺസേൺ ആണ് കുഞ്ഞുങ്ങളുടെ ഡയപ്പറിങ്ങിനെ കുറിച്ചുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്ലോത്ത് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ക്ലോത്തുകൾ എടുത്ത് അത് നമുക്ക് പല രീതിയിൽ മടക്കി കുഞ്ഞിന് ഉപയോഗിക്കാം. അത് വളരെ ചീപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തതാണ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്. അപ്പോൾ ഈ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് നമുക്ക് അറിയാം, അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ നമുക്കത് ഡിസ്പോസ് ചെയ്യാം. അങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് പുതിയ പുതിയ ഡയപ്പർ ഉപയോഗിക്കാം. അത് കുറേ നമുക്ക് കൺവീനിയൻ്റ് ആണ്, പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ക്ലോത്ത് ഡയപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ ബാക്കി ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് തുണിയെ നമുക്ക് പല രീതിയിൽ ഫോൾഡ് ചെയ്ത് കുഞ്ഞിങ്ങനെ ഡയപ്പറായിട്ട് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഒരു രീതിയിലും അവരുടെ ഹെൽത്തിനെ ഇത് ബാധിക്കാൻ നമുക്ക് എങ്ങനെ സേഫായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുണ്ട്. അങ്ങനെ രണ്ടിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാൻ കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ്. ക്ലോത്ത് ഡയപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു മോഡലാണ് കേട്ടോ. ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ ഒരു മോഡലാണ് ഇത്. ഇങ്ങനെ ഒരു കവർ ഉണ്ടാവും, പിന്നെ ഇങ്ങനൊരു ഇൻസേർട്ടും ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഡിസ്പോസിബിൾ ഡയപ്പർ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിച്ചത് കളയുകയോ ചെയ്യുന്നു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്ലോത്ത് ഡയപ്പർ, നല്ലൊരു ക്ലോത്ത് ഡയപ്പറിന് 300 to 500 റുപ്പീസ് ഒരു വിലയാവുന്നുണ്ടെങ്കിലും ഇത് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ മെയിനായിട്ട് 2 പോർഷനാണുള്ളത്. ഇതുപോലെ ഒരു കവറും ഉണ്ടാവും, ഇതുപോലെ ഇൻസേർട്ടും ഉണ്ടാവും. അപ്പോൾ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇതിലേക്കാണ് അബ്സോർബ് ആവുന്നത്. ഓക്കെ, ഇത് നമുക്ക് അബ്സോർബ്, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഇൻസേർട്ട് എന്ന്. ഓക്കെ, ഇത് പല മെറ്റീരിയലിൻ്റെ ഇൻസേർട്ട് അവൈലബിൾ ആണ്. മൈക്രോ ഫൈബറിൻ്റെ, കോട്ടൻ്റെ, ബാംബു ചാർക്കോൾ, ഇങ്ങനെ പല രീതിയിലുള്ള പാഡ് അതല്ലെങ്കിൽ ഇൻസേർട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബാംബുവിൻ്റെ ഇൻസേർട്ടാണ്. ഇതൊരു 4 ലെയേഴ്സ് ഉള്ള. അപ്പോൾ ഇൻസേർട്ട് എത്ര ലെയർ ഉണ്ട്, പിന്നെ എന്താണ് അതിൻ്റെ മെറ്റീരിയൽ, ഇതൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ അബ്സോർബൻസി. ഇത് നമ്മൾ മേടിച്ച് ഓരോ പ്രാവശ്യം നമ്മൾ വെച്ച് പിന്നെ നമ്മൾ വാഷ് ചെയ്ത് എടുക്കുന്നതിന് ഇതിൻ്റെ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഇങ്ങനെ കൂടി വരും കേട്ടോ. അതാണ് ഇൻസേർട്ട്. ഇനി ഇതാണ് അതിൻ്റെ കവർ എന്ന് പറയുന്നത്. ഈ കവറ് ഉണ്ടോ, ഇവിടെ നമുക്കൊരു പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻസേർട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ കയറ്റി വെക്കുക ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിവിടെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി 3 രീതിയിലുള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തതാണ് പോക്കറ്റ് ഡയപ്പർ. അതായത് നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്തോട് നമുക്ക് ഇൻസേർട്ട് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ കെട്ടിക്കൊടുക്കാം. രണ്ടാമത്തതാണ് ഡയപ്പർ കവർ. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എല്ലാം സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടാകത്തില്ല. ഇവിടെയും 2 പ്രൊവിഷൻ ഉണ്ടാവും. ഈ 2 അറ്റത്ത്
ഇവിടെ ആയിരിക്കും ഒരു പോക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഇൻസേർട്ട് ഇവിടെ തന്നെയായിരിക്കും എടുത്ത് വെക്കേണ്ടത്. അതാണ് ഡയപ്പർ കവർ. മൂന്നാമതാണ് ഓൾ ഇൻ വൺ. അപ്പോൾ ഇതിൽ ഇൻസേർട്ട് അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കും മൂന്നാമത്തത്. ഓക്കെ, ഇനിയിപ്പം ഈ ക്ലോത്ത് ഡയപ്പറിൻ്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, കവറും ഇൻസേർട്ടും. ഇത് കൂടാതെ തന്നെ സ്റ്റേ ഡ്രൈ കവർ എന്ന് പറയുന്ന ഒരു ഷീറ്റും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അത് എല്ലാ ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ കൂടെ ഇല്ല, ചിലതിൻ്റെ കൂടെ ഉള്ളൂ. ഇതിൻ്റെ കൂടെ അത് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ ഇതിന് ഫ്ലീസ് കവർ എന്നും പറയും. അതെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ കുഞ്ഞിന് നനവ് തട്ടാതിരിക്കാൻ, ഒട്ടും നനവ് തട്ടാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കുഞ്ഞിന് ഇപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് എത്ര നേരത്തേക്ക് വയ്ക്കും. ഇപ്പം അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമുക്ക് കാണാം 6 hours അല്ലെ 8 hours 12 hours അബ്സോർബൻസി ഉള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണാം. പക്ഷേ നമ്മളിപ്പോൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 3 hours മാത്രമേ നമ്മൾ ഒരു ഇൻസേർട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഒരു ചെറിയൊരു ചൂട് പോലെയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ, ചൂട് പോലെ ഒരു കുഞ്ഞിന് ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഒരു കുറച്ച് വെറ്റാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 3 hours ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്ത് അടുത്ത ഇൻസേർട്ട് നമുക്ക് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത ക്ലോത്ത് ഡയപ്പർ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറച്ച് ടൈം, ഒരു ഫ്രീ ടൈമായിട്ട് കുഞ്ഞിന് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് കാറ്റൊക്കെ കൊണ്ട് കുഞ്ഞിന് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ രാത്രിയിൽ നമുക്കറിയാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇതങ്ങനെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാമെന്നുള്ളൊരു കേട്ടോ. ഒരു 8 hours ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കാം. പക്ഷെ അത് ന്യൂ ബോൺ ബേബീസിനും ഒരു 3 months വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു പാഡൊക്കെ വെച്ചാൽ രാത്രി മുഴുവൻ പോകും. പക്ഷേ 3 monthsന് കൂടുതലാകുമ്പോൾ അവരുടെ യൂറിൻ പാസ് ചെയ്യുന്ന റേറ്റ് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻസേർട്ടിന് പകരം 2 ഇൻസേർട്ട് ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നൈറ്റ് ഫുള്ളായിട്ട് ഇത് പോകും കേട്ടോ. അല്ല എങ്കിൽ നിങ്ങൾക്ക് അതൊരു, കാരണം ഇത് 2 ഇൻസേർട്ടൊക്കെ വയ്ക്കുമ്പോൾ കുഞ്ഞിന് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പകലെല്ലാം നിങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് രാത്രിയിൽ നിങ്ങൾക്ക് ഡിസ്പോസബിൾ ഡയപ്പർ കെട്ടിക്കൊടുക്കാം. ഓക്കെ, നമുക്ക് വീട്ടിൽ മസ്ലിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ മസ്ലിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻസേർട്ടിന് വരെ ഉപയോഗിക്കാം കേട്ടോ. എസ്പെഷ്യലി ന്യൂ ബോൺ ബേബീസിനൊക്കെ നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇത് ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി എടുത്ത് കണ്ടോ, ഇൻസേർട്ടിന് പകരമായിട്ടുള്ളൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് കുഞ്ഞിന് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് കെട്ടിക്കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ പ്രൈസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഇൻസേർട്ടിനനുസരിച്ചായിരിക്കും. കാരണം കൂടുതൽ ലെയറുള്ള ഇൻസേർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ അതനുസരിച്ച് ഇതിൻ്റെ അബ്സോർബൻസി കൂടും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോ ഫൈബറിനാണ് കോട്ടനേക്കാൾ അബ്സോർബൻസി കുറവ്. പക്ഷെ ബാംബൂവിന് കൂടുതൽ അബ്സോർബൻസി ഉണ്ട്. ഇത് ബാംബൂവിൻ്റെ മെറ്റീരിയൽ, ഇതിലും അബ്സോർബൻസി ഉണ്ട് ബാംബൂ ചാർക്കോളിൻ്റെ മെറ്റീരിയലിന്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെച്ച് ഇവിടെ സ്നാപ്പ് ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് വെച്ച് കുഞ്ഞിൻ്റെ വേസ്റ്റിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഇവിടെ നമുക്കിങ്ങനെ 2 ബട്ടൺ ഉണ്ട് ഇവിടെ. അതനുസരിച്ച് നമുക്ക് എത്രയാണോ കുഞ്ഞിൻ്റെ വേസ്റ്റ് സൈസ് അതനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്നാപ്പ് ബട്ടൺ ഉപയോഗിച്ചത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി ടൈറ്റും ആക്കരുത്, ഒത്തിരി ലൂസും ആക്കരുത്. നമ്മളിങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക, ഈ ഒരു 2 ഫിംഗറിൻ്റെ ഒരു വിടവ് ഇതിൻ്റെ ഇവിടെ വേണം കേട്ടോ. അതനുസരിച്ച് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 2 സൈസാണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ന്യൂ ബോൺ ബേബീസിനുള്ളത്, ഓക്കെ, അതായത് ഒരു അപ് ടു 6 kg ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂ ബോൺ ക്ലോത്ത് ഡയപ്പേഴ്സ് അവൈലബിൾ ആണ്. രണ്ടാമത്തതാണ് ഗ്രോ വിത്ത് യുവർ ബേബി ഡയപ്പർ, അതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ന്യൂ ബോൺ ഡയപ്പർ മേടിച്ചിട്ടില്ല, ഞാൻ ഡയറക്റ്റ്ലി ഇത് തന്നെയാണ് മേടിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ന്യൂ ബോൺ ബേബീസിന് യൂസ് ചെയ്യാം. കാരണം ഇതുണ്ട്, ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പം ഇത്രയും ലെങ്ത് വേണ്ടല്ലോ നമുക്ക് ന്യൂ ബോൺ ബേബീസിന്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിങ്ങനെ വെച്ചാൽ നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത്
ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് കുറയും. ഇതിൻ്റെ ലെങ്ത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത് ഇവിടെ ഉള്ളിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയും ലെങ്ത് ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ന്യൂ ബോൺ ബേബീസിന് ഉപയോഗിക്കും. ഒരു 3 kg മുതലുള്ള ബേബീസ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്താണ് 3 hours ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ യൂറിൻ പൂപ്പ് പാസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ അപ്പി ഇടുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പം ഏതാണെങ്കിലും, ഇപ്പം ഡിസ്പോസിബിൾ ഡയപ്പർ ആണെങ്കിലും നമ്മൾ വീട്ടിലെ ക്ലോത്ത് ഉപയോഗിക്കുകയാണ് അല്ലെ ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കണം, എന്താണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി മാറ്റി കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിന് ഡയപ്പർ റാഷ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ എങ്ങനെ, ഇത് പോളിസ്റ്ററിൻ്റെ ഒരു മെറ്റീരിയൽ, അതുകൊണ്ട് ഇത് പുറത്തേക്ക് ലീക്ക് ആവത്തില്ല. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമുക്ക് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളമെടുത്ത് അങ്ങനെയൊക്കെ നമുക്കിത് വാഷ് ചെയ്യാം. ഇത് പക്ഷെ ഉണങ്ങിയെടുക്കാൻ വേണ്ടി ഒരു ദിവസമൊക്കെ വേണ്ടി വരും കേട്ടോ. നമ്മൾ സൺലൈറ്റിൽ നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ട് വേണം, അത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം റീയൂസ് ചെയ്യാൻ. പക്ഷേ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ വിനെഗർ, ബേക്കിംഗ് സോഡയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫാബ്രിക് കണ്ടീഷണറിൽ മുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോർസൊക്കെ അടഞ്ഞു പോയിട്ട് അബ്സോർബൻസിനെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇപ്പോൾ ഓൺലൈനൊക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇൻസേർട്ട് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണെന്ന് നോക്കുക. ചിലതൊക്കെ നല്ല ഓഫറിൽ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കില്ല. ഈ ഇൻസേർട്ടിൻ്റെ എത്ര ലെയർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊക്കെ അനുസരിച്ച് അതിൻ്റെ ഒരു വ്യത്യാസം വരും കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലൊരു ക്ലോത്ത് ഡയപ്പറൊക്കെ നിങ്ങൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. 300 to 500 വേണം മിനിമം ഒരു ക്ലോത്ത് ഡയപ്പർ നിങ്ങൾക്ക് മേടിക്കാം. അതിൽ കൂടുതലുള്ള ക്യാഷ് ഉള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ മെറ്റീരിയലിലും വ്യത്യാസം ഉണ്ടാവും, അബ്സോർബൻസിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് എത്രയാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് കറക്റ്റായിട്ട് വാങ്ങാം. പിന്നെ ഒരാൾ ഉപയോഗിച്ച ബ്രാൻഡ് മറ്റൊരു കുഞ്ഞിന് സൂട്ട് ആവണമെന്നില്ല. ഇപ്പം നമ്മളിത് എന്തിൻ്റെ കേസ്, ഇപ്പം ഡിസ്പോസിബിൾ ഡയപ്പർ ആണെങ്കിൽ പോലും നമുക്കറിയാം ഒരു ബ്രാൻഡ്, ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിന് പാമ്പേഴ്സ് സൂട്ടാവെന്ന് വിചാരിച്ച് വേറൊരു കുഞ്ഞിന് അത് സൂട്ടാവണമെന്നില്ല. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കേസിലും മാറാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും ഒത്തിരി എണ്ണം ഒന്നിച്ച് മേടിക്കാതെ 1-2 നിങ്ങൾ മേടിച്ചത് യൂസ് ചെയ്ത് നിങ്ങളത് അതിനെക്കുറിച്ചൊക്കെ കൂടുതലൊന്ന് മനസ്സിലാക്കിയത് കുഞ്ഞിന് കംഫർട്ടബിൾ ആണെന്ന് നോക്കിയിട്ട് കൂടുതൽ ഡയപ്പേഴ്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ക്ലോത്ത് ഡയപ്പേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണ്, രാവിലെയും രാത്രിയിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മിനിമം ഒരു 10 ക്ലോത്ത് ഡയപ്പർ മിനിമം നിങ്ങൾക്ക് വേണം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും വരും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം മേടിക്കുകയാണെങ്കിൽ ന്യൂബോൺ ക്ലോത്ത് ഡയപ്പർ അല്ലാതെ ഗ്രോ വിത്ത് യുവർ ബേബി ഇങ്ങനത്തെ രീതിയിലുള്ള ക്ലോത്ത് ഡയപ്പർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത് അപ് ടു ഒരു 3 years വരെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഡൗട്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. അപ്പം വേണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.